സൈബർ ആക്രമണം നടക്കുന്നതായി അർജുന്റെ കുടുംബം പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് വ്യാജ പ്രചരണം. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, മകനെ എങ്ങനെയെങ്കിലും തിരികെ കിട്ടണം എന്നൊരു അമ്മയും മാത്രമല്ല സഹോദരിയും ഭാര്യയും എല്ലാം കാത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്താണ് ഇവർക്കെതിരെ ഇങ്ങനെ ഈ സൈബർ ആക്രമണം നടക്കുന്നു എന്ന രീതിയിൽ ഇവർ പോലീസിൽ തന്നെ പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് കൂടി കുടുംബത്തെ കൊണ്ട് ചെന്ന് എത്തിച്ച സൈബർ ആക്രമണം എന്താണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്? കുടുംബം എന്താണ് പറയുന്നതിനെക്കുറിച്ച്? കഴിഞ്ഞ ദിവസം ഇന്നലെ അർജുൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരുടെയും വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ നമുക്ക് ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം, അതിൻ്റെ മുമ്പ് അഞ്ജുവായിരുന്നു, അർജുൻ്റെ സഹോദരി അഞ്ജുവായിരുന്നു. അതിൻ്റെ ഒരു ദിവസം മുമ്പായിരുന്നു അർജുൻ്റെ അമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായത്. സാധാരണഗതിയിലൊക്കെ അർജുൻ്റെ പെങ്ങളായിട്ടുള്ള അഞ്ജുവാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വരികയും അവരുടെ ആവശ്യങ്ങൾ പറയുകയും രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ കാര്യങ്ങൾ, അവർ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് ഇനി മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന് ഇവരുടെ അഭിപ്രായം, ആശങ്കകളൊക്കെ പങ്കുവെക്കുന്ന അഞ്ജുവായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് ഒരു ദിവസം അർജുൻ്റെ അമ്മ വന്ന് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ അവിടുത്തെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട അമ്മ നടത്തിയ ചില പരാമർശങ്ങളെ അടർത്തിയെടുത്തുകൊണ്ടും അതിൽ ചില കാര്യങ്ങളെ എഡിറ്റ് ചെയ്ത് ചേർത്തുകൊണ്ടുമാണ് സൈന്യത്തിനെതിരെ പറ എന്ന് അർജുൻ്റെ അമ്മയുടെ സഹോദരി അർജുൻ്റെ അമ്മയുടെ ചെവിയിൽ പറയുന്നത് പോലെയുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ കുടുംബത്തിനെതിരെ ഇപ്പോൾ സൈബർ ആക്രമണം നടത്തുന്നത്. കാരണം അത്തരത്തിലൊരു പരാമർശങ്ങൾ സൈന്യത്തിനെതിരെ പറ എന്ന് അർജുൻ്റെ അമ്മയുടെ അനിയത്തി അർജുൻ്റെ അമ്മയോട് പറയുന്ന ഒരു ഭാഗമേ ഇല്ല. അത് നമ്മൾ ലൈവായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പലതവണ ആവർത്തി പറഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല അന്നത്തെ അർജുൻ്റെ അമ്മയുടെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വൈകാരികമായിരുന്നു. കാരണം സൈന്യം രംഗത്ത് വരുന്നു, സൈന്യം രംഗത്തിറങ്ങുമ്പോൾ ഇവരുടെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ റിസൾട്ട് അവിടുത്തെ കാലാവസ്ഥയുടെ മോശം കൊണ്ട്, പ്രതികൂലമായ കാലാവസ്ഥയാണ് നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ ശക്തമായ അടിയൊഴുക്ക്, ഇടയ്ക്കിടെ പെയ്യുന്ന ഇടപെട്ടുള്ള മഴ, വളരെ നിമിഷ നേരങ്ങൾക്കകം മാറി മറിയുന്ന മഴയും വെയിലുമായിട്ടുള്ള കാലാവസ്ഥ. ആ കാലാവസ്ഥ കൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള അല്ലെങ്കിൽ ഇവരുടെ സന്നാഹങ്ങൾ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതുപോലുള്ള സൈന്യം വന്നാൽ പെട്ടെന്നുണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചതുപോലുള്ള റിസൾട്ട് അവിടെ നിന്ന് ഉണ്ടായില്ല. അപ്പോൾ ആ മകനെ കാത്തിരിക്കുന്ന അമ്മ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു, സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ 7 ദിവസമായി നമ്മൾ ഇവിടെ നിന്ന് ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി കണ്ടറിഞ്ഞ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്രത്തോളം നമുക്കത് പറഞ്ഞറിയിക്കാതെ തന്നെ ഓരോ മനുഷ്യനും സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ഏതൊരു മനുഷ്യനും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ തിരികെ കയറ്റിക്കൊണ്ട് അനാവശ്യമായ രീതിയിൽ ആ കുടുംബത്തെ ആക്രമിക്കുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ 3 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഈ സങ്കട അവസ്ഥയിൽ പോലും ഇത്തരത്തിലൊരു ദുരവസ്ഥ നേരിടുമ്പോൾ പോലും സ്വന്തം മകൻ എന്താണ് പറ്റിയത്, അല്ലെങ്കിൽ സ്വന്തം ചേട്ടന്, അനിയന്, ഭർത്താവിന് എന്താണ് പറ്റിയത് എന്ന് മനസ്സിലാവാൻ അതിനെ ക്യൂരിയോസിറ്റി കൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പോലീസ് സ്റ്റേഷനിൽ പരാതി പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമായ അല്ലെങ്കിൽ മോശം, നമ്മുടെ മലയാളി സമൂഹത്തെ അപമാനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇത്തരത്തിൽ നമ്മൾ അർജുനൊരു അപകടം പറ്റിയ സമയത്ത് അവിടെയുള്ള രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിലല്ല, കർണാടകയിലുള്ള രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിലല്ല. ഇത് കേരളത്തിലായിരുന്നെങ്കിൽ അർജുൻ എന്നേക്ക് പുറത്തു വന്നേനെ, വീട്ടിലുണ്ടായിരുന്നേനെ എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങൾ നടത്തുന്ന സമയത്താണ് മലയാളികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഇത്തരത്തിൽ കുടുംബത്തിനെതിരെ രൂക്ഷമായ വിമർശനം അർജുന്റെ അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു. സൈബർ ആക്രമണം ആ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അർജുന്റെ കുടുംബം ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളാണ് ഗോകുൽ നൽകിക്കൊണ്ടിരുന്നത്.